തലസ്ഥാനത്ത് ട്രെയിനിൽ വെച്ച് യുവതിക്ക് നേരെ ക്രൂരമായ അതിക്രമം. വർക്കലയിൽ വെച്ച് ഓടുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ ട്രാക്കിലേക്ക് തള്ളിയിട്ടു. ഗുരുതരമായി പരിക്കേറ്റ തിരുവനന്തപുരം പാലോട് സ്വദേശിനി ശ്രീകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് RPF അറിയിച്ചു. ഡോക്ടർമാരുടെ സംഘം രാവിലെ പരിശോധന നടത്തിയ ശേഷം ശസ്ത്രക്രിയ നടത്തുമോ എന്നതിൽ തീരുമാനം ഉണ്ടാകും. പ്രതിയായ സുരേഷ് കുമാർ ഇതുവരെയും കുറ്റം സമ്മതിച്ചിട്ടില്ല. പ്രതിയെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. യാതൊരു പ്രകോപനവുമില്ലാതെ സുരേഷ് കുമാർ പെൺകുട്ടിയെ വാതിലിൽ നിന്ന് ചവിട്ടി തള്ളിയിടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷി പറഞ്ഞു. എന്താണ് ട്രെയിനിൽ സംഭവിച്ചത്? എത്ര വയസ്സുള്ള ആളായിരുന്നു? 19. നിങ്ങൾ ട്രെയിനിൽ ഇരിക്കുകയായിരുന്നു? ലേഡീസ് കമ്പാർട്ട്മെന്റ് ജനറൽ കമ്പാർട്ട്മെന്റ് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നാണോ? എന്താ ഉണ്ടായത്? ഞങ്ങൾ ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരിയെ ചവിട്ടി നടുവിന് ചവിട്ടി തള്ളിയിടുവായിരുന്നു. എന്നിട്ട് എന്റെ കൈയും കാലിനെയും പിടിച്ച് എന്നെയും പാതി പുറത്തിട്ട്. മറ്റു പ്രകോപനമൊന്നും ഉണ്ടായി? ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ പുറത്തേക്ക് തെറിച്ച് വീണില്ല, പിടിച്ചു നിന്നുകൊണ്ട് രക്ഷപ്പെട്ടു? എന്നെ പിടിച്ച് കയറ്റി രക്ഷപ്പെട്ട. അല്ല ജനറൽ കമ്പാർട്ട്മെന്റ്. ഞങ്ങൾ ആലുവയെന്ന്. നാട് ആലുവയാണ്? അല്ല ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാ. വിശദവിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. അമൽ തേനമ്പറമ്പിൽ ഉള്ളത് വർക്കലയിൽ ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്നാണ്. ഒപ്പം രാഹുൽ ജിനാഥ് മെഡിക്കൽ കോളേജിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ തേനമ്പറമ്പിലേക്ക് ആദ്യം. അമൽ, നമ്മളെയൊക്കെ വീണ്ടും ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ വീണ്ടും കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. ഇനി ഏത് തരത്തിലാണ് സുരക്ഷ ഉണ്ടാവുക എന്നതൊന്നും നമുക്ക് യാതൊരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയിൽ വന്നെത്തി നിൽക്കുന്നു. സൗമ്യ സംഭവത്തോട് സമാനമായി ഉണ്ടാകുമായിരുന്ന ഒന്ന് എന്തായിരുന്നു? എന്ത് പ്രകോപനത്തിലായിരുന്നു ഈ പ്രതി ഇത് ചെയ്തത് എന്നത് ഇനിയും പോലീസിനോട് സമ്മതിച്ചിട്ടുമില്ല. ഈ സംഭവം നടന്നത് എങ്ങനെയെന്നത് വിശദ വിവരങ്ങളൊന്ന് പങ്കുവയ്ക്കൂ അമൽ. മൊത്തി ഇന്നലെ രാത്രിയാണ്, രാത്രി 8:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പെൺകുട്ടി ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തെറിച്ച് വീണ സ്ഥലത്താണ്. 2 ട്രാക്കുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ ആദ്യം കാണുന്ന ട്രാക്ക് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനുകൾ പോകുന്ന വഴിയാണ്. രണ്ടാമത്തെ ട്രാക്ക് ഈ വർക്കലയിലേക്കുള്ള ട്രെയിനുകൾ പോകുന്ന വഴി. അങ്ങനെ 2 പാതകളാണ് ഇവിടെ ഉള്ളത്. ഇതിൽ ഈ വർക്കലയിലേക്ക് പോകുന്ന പാതയിലേക്ക് ഈ പെൺകുട്ടി തെറിച്ച് വീഴുകയായിരുന്നു. അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഈ നമുക്ക് കാണാൻ കഴിയും. ഈ 2 ട്രാക്കുകളും തമ്മിൽ ഇത്രയും ദൂരം ഉണ്ടാഞ്ഞിട്ട് കൂടി ആ ട്രെയിനിൽ നിന്നും കുട്ടി തെറിച്ച് ഈ വർക്കലയ്ക്ക് പോകുന്ന ട്രെയിനുകൾ പോകുന്ന ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു. ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാട് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശമാണ്. 2 സൈഡിലും വീടുകളും കൃഷിസ്ഥലങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ കൂടി ഈ ട്രാക്കിനോട് ചേർന്നുള്ള സ്ഥലം എന്ന് പറയുന്നത് ഒരാൾ പൊക്കത്തിന് മുകളിൽ കാട് വളർന്നു നിൽക്കുന്ന അവസ്ഥയുണ്ട്. അതിനാൽ തന്നെ ഇവിടെ ഒരാൾ വീണ് കിടന്നിട്ടുണ്ട് എങ്കിൽ കാണാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഈ കുട്ടി ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തെറിച്ച് വീഴുന്നു. ആ കുട്ടിക്കൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. ശ്രുതി എന്ന് പറയുന്ന ഒരാൾ കൂടി സോനയ്ക്കൊപ്പം ഉണ്ടായിരുന്നതിനാലാണ് ഇവർ പുറത്തേക്ക് തെറിച്ച് വീണു എന്നൊരു വിവരം കമ്പാർട്ട്മെൻറ്റിലുള്ള മറ്റാളുകൾ അറിയുന്നത്. കമ്പാർട്ട്മെൻറ്റിൽ വെച്ച് ഇവർ തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായതായാണ് അറിയാൻ കഴിയുന്നത്. ഇദ്ദേഹം ഈ പറയുന്ന പ്രതി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രതി മദ്യപിച്ച് ഇവരോട് തട്ടിക്കയറുകയും മറ്റുമൊക്കെ ചെയ്തു. ഇവർ ടോയ്ലറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ നിന്ന പ്രതി ഈ പറയുന്ന സോനയെ പുറത്തേക്ക് ചവിട്ടിയിടുകയായിരുന്നു. നടുവിന് ചവിട്ടിയിട്ടു എന്നുള്ളതാണ് ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടി നമ്മളോട് ഇന്നലെ രാത്രി പറഞ്ഞത്. എന്തായാലും ഈ പുറത്തേക്ക് തെറിച്ച് വീണ ശേഷം തൊട്ടു പിന്നാലെ ട്രെയിൻ തൊട്ടപ്പുറയായി നിർത്തി. അതിനുശേഷം വന്ന ഒരു മെമു ഉണ്ട്. അത് ഈ ട്രാക്കിലൂടെയാണ് കടന്നു വന്നത്. ആ വന്ന മെമു ട്രെയിൻ ഈ കുട്ടി കിടക്കുന്നത് കാണുകയും പതിയെയാണ് വന്നത്. കാരണം തൊട്ടപ്പുറയാണ് വർക്കല റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അതിനാൽ തന്നെ വേഗത കുറഞ്ഞു വന്ന ഈ മെമു ഇവിടെ നിർത്തുകയും ആ മെമുവിൽ കയറ്റി കുട്ടിയെ വർക്കലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഈ 19-കാരിയെ മാറ്റിയത്. അതിനുശേഷം ഇവിടെ നിന്നും ആളുകൾ ബഹളം വെച്ച് പിടികൂടിയ പ്രതിയെ പിന്നീട് കൊച്ചുവേളിയിലെ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടുത്തെ റെയിൽവേ പോലീസിന് കൈമാറുകയായിരുന്നു. റെയിൽവേ പോലീസ് പിന്നീട് തമ്പാനൂരിൽ ഉള്ള കേരള പോലീസിൻ്റെ ഭാഗമായിട്ടുള്ള റെയിൽവേ പോലീസിന് കൈമാറി. പ്രതി എന്തായാലും ഇപ്പോഴും അവിടെ തന്നെയാണുള്ളത്. ഈ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ഈ പെൺകുട്ടിയോട് സംസാരിച്ചതിന് തൊട്ട് പിന്നാലെ, ഈ ദൃക്സാക്ഷിയോട് സംസാരിച്ചതിന് തൊട്ട് പിന്നാലെ ഞാൻ പോയി ആ പ്രതിയോട് തുടർച്ചയായി ചോദിച്ചു, എന്തിനാണ് ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് ചവിട്ടി എന്ന് ചോദിക്കുമ്പോൾ കുറ്റം സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് നമുക്ക് പ്രതിയുടെ പ്രതികരണം കൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. താങ്കൾ എന്തിനാണ് ഒരു പെൺകുട്ടിയെ ആക്രമിച്ചത്? ചുമ്മാ നമ്പരാണ്. താങ്കൾ മദ്യപിച്ചിട്ടുണ്ടോ? താങ്കൾ മദ്യപിച്ച് ആക്രമിച്ചു എന്നുള്ളതാണ് കുട്ടിക്ക് ഒപ്പം ഉണ്ടായിരുന്ന ആളെന്ന് പറയുന്നത്. നിങ്ങൾ ആ പെൺകുട്ടി ട്രെയിനിൽ വെച്ച് കണ്ടിരുന്നോ?
എനിക്കറിയില്ല ആരാണെന്ന്. താങ്കൾ മദ്യപിച്ചിട്ടുണ്ടോ? എവിടെ താങ്കൾ മദ്യപിച്ച് ആക്രമിച്ചെന്നാണ് പെൺകുട്ടി പറയുന്നത്. ആ പെൺകുട്ടിക്ക് ഒപ്പം ഉണ്ടായിരുന്നു താങ്കൾ ആക്രമിച്ച രണ്ടാമത്തെ പെൺകുട്ടി. അതുകൊണ്ട് ചവിട്ടി ആരെന്നറിയാമോ? അതൊരു ബംഗാളിയാണ്, ഞാൻ കണ്ടോണ്ടിരിക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളി ചവിട്ടി താങ്കൾ അല്ലെന്നാണ് പറയുന്നത്. അത് ഞാൻ ബാത്റൂമിൽ അവിടെ നിൽക്കുന്നു. ഞാൻ ഒരു സീറ്റ് വലിച്ചു നിൽക്കുകയാണ്. താങ്കളൊന്നും ചെയ്തില്ലെന്നാണ് പറയുന്നത്. അമൽ, പതിവ് പോലെ ഈ കാര്യങ്ങൾ മറ്റൊരു അന്യസംസ്ഥാന തൊഴിലാളിയാണ് ചെയ്തത് എന്ന് വരുത്താനുള്ള ഒരു ശ്രമമാണ് ഈ പ്രതിയുടെ ഭാഗത്തും. പക്ഷേ ദൃക്സാക്ഷിയായി ഒപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടി ഉണ്ടായിരുന്നു. ഈ ട്രെയിനിൽ നിന്ന് തെറിച്ചു വീഴുന്ന സമയത്ത് വർക്കല റെയിൽവേ സ്റ്റേഷനിലേക്ക് നിർത്താനായി വളരെ വേഗത കുറച്ച് വന്ന മെമു ആയതുകൊണ്ട് മാത്രം ഒരുപക്ഷെ രക്ഷപ്പെട്ടു എന്ന് പറയാം. ഇല്ലെങ്കിൽ ചിത്രം മറ്റൊന്നാകുമായിരുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, തുടരെ ട്രെയിനുകൾ പോകുന്ന ട്രാക്കാണ്. ഇതിപ്പോൾ വർക്കല ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനാണ് കാണുന്നത്. ഇതിന് സമാനമായി തന്നെ തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ട്രെയിനുകളും തുടർച്ചയായി വരുന്ന ഒരു വഴിയാണ്. ഇത് രണ്ടുവരി പാത മാത്രമാണുള്ളത്. അതിനാൽ തന്നെ ഈ രണ്ട് പാതകളും എല്ലാ സമയത്തും തിരക്കുള്ള പാതയാണ്. ഈ പെൺകുട്ടി ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തെറിച്ച് വീഴുന്നത് ഒപ്പം ഉണ്ടായിരുന്നയാൾ കണ്ടില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒപ്പം ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നില്ല എങ്കിൽ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു. ഈ വീണ ഉടൻ തന്നെ തൊട്ടു പിന്നാലെ എത്തിയ മെമുവിൽ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അതിനാൽ തന്നെ കാര്യമായ പ്രശ്നങ്ങളില്ല. നിലവിൽ ആരോഗ്യസ്ഥിതിയിൽ അത്യന്തം ഗുരുതരമെന്ന് പറയുന്ന ഒരു സാഹചര്യം മറികടന്നിട്ടുണ്ട് ഈ പെൺകുട്ടി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രതിയോട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം ഈ പറയുന്ന പ്രതി മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് അംഗീകരിക്കാൻ പ്രതി തയ്യാറാകുന്നില്ല. വാഹനത്തിൽ കയറ്റിയ സമയത്ത്, കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വാഹനത്തിൽ കയറ്റിയ സമയത്ത് തുടർച്ചയായി ചോദിക്കുന്നുണ്ടായിരുന്നു, താങ്കൾ എന്തിനാണ് ഈ പെൺകുട്ടിയെ ചവിട്ടി പുറത്തേക്കിട്ടത് എന്നുള്ള കാര്യം. പക്ഷേ അപ്പോഴും അംഗീകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, വൈദ്യ പരിശോധനയ്ക്ക് ഫോർട്ട് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ വീണ്ടും ചോദിച്ചപ്പോൾ മറ്റൊരു വാദമാണ് പറഞ്ഞത്. താൻ മദ്യപിച്ചിട്ടില്ല എന്നൊരു കാര്യം ആവർത്തിച്ച് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നും ചവിട്ടി പുറത്തേക്കിട്ടത് ഞാനല്ല, ഞാനവിടെ സിഗരറ്റ് വലിച്ച് നിൽക്കുകയായിരുന്നു കതകിൻ്റെ അവിടെ. ആ നിൽക്കുന്ന സമയത്ത് ഒരു ബംഗാളി, ആ വാക്കാണ് ഉപയോഗിച്ചത്, ബംഗാളി ട്രെയിനിൽ നിന്നും ഈ പെൺകുട്ടിയെ ചവിട്ടി പുറത്തേക്കിടുന്നത് ഞാൻ കണ്ടു എന്നുള്ള കാര്യമാണ് ഈ പ്രതി പറയുന്നത്. പക്ഷേ പോലീസ് അതൊന്നും വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, പ്രതി മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമായി ഈ തുടർച്ചയായി നിഷേധിക്കുന്നതിനാൽ തന്നെ രക്തത്തിൻ്റെ സാമ്പിളടക്കം ശേഖരിച്ചിട്ടുണ്ട്. ഈ പ്രതി മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴും ഉള്ളത്. എന്തായാലും കൂടുതൽ പരിശോധനകളും മറ്റുമൊക്കെ നടത്തേണ്ടതുണ്ട്. ഈ ഭാഗത്തായാണ് ആ പെൺകുട്ടി ട്രെയിനിൽ നിന്നും വന്ന് വീണത്. ഒരു വളവാണ്. അതിനാൽ തന്നെ അവിടെ നിന്നും ഒരു ട്രെയിനിൽ നിന്ന് വീണ സമയത്ത് കണ്ട രാജൻ എന്ന വ്യക്തിയുടെ പ്രതികരണം കൂടി നമ്മള് കാണുന്നതെന്ന് പറഞ്ഞാൽ വണ്ടി നിന്ന് ആരോ അപകടത്തിൽ മരിച്ചു കാണുമെന്ന് സാധാരണ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓടി ചെന്ന് അപ്പോൾ കാണാൻ ഗാർഡിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാളിനെ വണ്ടിയിനകത്തിട്ട് അടിക്കുന്നു. 3-4 ആളുകളെല്ലാം കൂടെ, ഒരു സ്ത്രീയും അതിനകത്തിരിക്കുന്നു, അടുത്തൊരു സ്ത്രീ ഇരിക്കുന്നു, കുത്തിയിരിക്കുന്നു. അവരാണ് പറയുന്ന കൂടെ വന്ന ആളിനെ ചവിട്ടി താഴെ ഇട്ട് അയന്തി പാലത്തിൻ്റെ അടുത്ത്. ആ സ്ഥലമൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ, അവരങ്ങ് തിരുവനന്തപുരത്തുകാരാണ്. ഇയാളും അവിടെ എങ്ങാണ്ടുള്ളതാണ്. എന്തിനാ സുരേഷ് കുമാർ എന്ന് ഇപ്പൊ ട്രെയിനിന്റെ ഏത് ബോഗിയായിരുന്നു അത്? ലാസ്റ്റ് ബോഗിയാണ്. അതുകൊണ്ട് പിന്നെ തീർന്ന് ഗാർഡ് റൂമിൻ്റെ തൊട്ടടുത്ത് അയാൾ അതിനകത്ത് കയറി വന്നു. ഗാഡേ അയാൾ എന്നാണ് പിന്നെ പോലീസിനെ വിളിച്ച് പറഞ്ഞെന്ന് തോന്നുന്നത്. എത്ര സമയം ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടിരുന്നു? അതുകൊണ്ടൊരു 15-20 മിനിറ്റ് നിർത്തിയിരുന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. പിന്നെ അതിന് ശേഷമാണ് മെമ്മോ വന്നത്. നേരെ 8:30 മണിയായുള്ളൂ.